ശക്തീകരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് നമ്മൾ കാണും. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അനർത്ഥത്തിൻ്റെ സമയമല്ല, അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ സമയമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിനു മേലെ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ അവകാശമില്ല. എൻ്റെ ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും പറയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. എൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. കർത്താവെ, ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അഭിഷേകം ചെയ്തിരിക്കുന്നല്ലോ. നന്ദി കർത്താവെ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. നമ്മുടെ പ്രാർത്ഥന ഇനി ചുരുങ്ങിയ സമയങ്ങളുടെ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഒരുമിച്ച് കാണാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ആ കർത്താവിൻ്റെ കരുതലിനായി നന്ദി പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ കോട്ടയം പ്രയർ കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് എപ്പോഴാണെന്നുള്ളത് നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ഇങ്ങനെ ചിലപ്പോൾ പിന്നീട് എപ്പോഴേലും ആയിരിക്കുമെന്ന് എന്ത് ചെന്നാലും വേഗത്തിൽ തന്നെ കൂടുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അപ്പോൾ എറണാകുളത്തും കോട്ടയത്തും കൊല്ലത്തും നടക്കുന്ന പ്രാർത്ഥനകളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ തന്നെ വരിക. ആളുകളെ കൊണ്ട് പറയണം, രോഗികളോട് പറയണം, യേശു അത്ഭുതം ചെയ്യും, കർത്താവ് കൂടെയുണ്ട്, യേശു ക്രിസ്തുവിൽ ബലപ്പെടുത്തുക. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്ത് വരുന്നവരായിക്കോട്ടെ, ഹൃദയത്തിൽ തോന്നുന്നവർ, ഞാൻ ഹൃദയത്തിൽ തോന്നുന്നു പറഞ്ഞ് വെറുതെ അല്ല, അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുകയോ ബ്രദർ അത്ര വണ്ടിക്കൂലിയാണ്, വലിയ ദൂരമാണെന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കറിയാവോ, ബൈബിൾ വായിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ കാണേണ്ടതിന് പട്ടണങ്ങളിൽ നിന്ന് അവർ കുടുംബമായിട്ട്, ഇന്ന് ബസ്സോ കാറോ ട്രെയിനോ ഫ്ലൈറ്റോ ഒന്നുമില്ലാത്ത കാലങ്ങൾ കാൽനടയായിട്ട് യേശുവിനെ കാണുവാൻ വേണ്ടിയും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടിയും കിലോമീറ്ററുകളോളം രാവും പകലും ഒക്കെ മറന്നാണ് അവർ വന്നത്. അതുകൊണ്ട് ആരും ചിന്തിക്കരുത് ഭയങ്കര ദൂരമാണ്, കാശൊത്തിരി പോവും. ആ നഷ്ടമല്ലത്, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ തന്ത്രമാണ്. ഈ പോക്കെനിക്ക് നഷ്ടമാണ്, എൻ്റെ സാമ്പത്തിക നഷ്ടമാണ്, സമയം നഷ്ടമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ തന്ത്രമാണ്. അതിനെ മറികടക്കുക. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹം അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. തുടക്കത്തിൽ തന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിനോട് പറയുകയാണ്, ഒരു കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നത് മാത്രമല്ല, കുര്യൻ ഒരു ആൺ തലമുറയുണ്ട്. ഈ കുര്യനുമായിട്ട് ബന്ധപ്പെട്ട് ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുര്യനുമായി ബന്ധപ്പെട്ട് ജോൺസനുമായിട്ട് കൈ പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. ഈ കുര്യൻ്റെ മോൻ എന്ന് പറയുന്ന ഈ മകനെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ ഈ അടയാളവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ വേഗത്തിൽ ഏറ്റെടുത്തോണം. ആ കുടുംബത്തെ തലമുറയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. ആരാന്ന് വെച്ചാൽ സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് ഇന്ന് തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ 2018 പറയാൻ വേണ്ടിയാണ് മൈക്ക് മ്യൂട്ട് ചെയ്തത്. അല്ല, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. 2018 ഒരു കലണ്ടർ, ഒരു ഭവനത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വീട് എന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു 2018 ഇട്ടേക്കുന്ന കലണ്ടറിൻ്റെ അകത്ത് ഞാൻ 20 എന്നുള്ള ഒരു ഡേറ്റ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അത് മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. മഷി കൊണ്ട് അത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഭവനമാണ്. 2018 ഇട്ടേക്കുന്ന ഒരു കലണ്ടറാണ്. അതിൽ 20 എന്നൊരു ഡേറ്റ് നിങ്ങളെന്തോ ഒരു കാര്യത്തിന് വേണ്ടി അത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് 2018 മുതൽ അവർ അനുഭവിക്കുന്ന വലിയൊരു സ്ട്രഗിള്, വലിയ ജീവിതത്തിൻ്റെ അകത്തെ തകർച്ചയുടെ ചില അനുഭവങ്ങൾ, എവിടെ ചെന്നാലും നിരാശയുടെ അനുഭവങ്ങളാണ്. ഇന്ന് ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യം ഇന്ന് ആ കുടുംബത്തിൽ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഭവനം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ സാക്ഷ്യം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ വലിയ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ തകർച്ചകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുത സാക്ഷ്യമായിട്ട് തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരുമിച്ചൊരു ആമേൻ എല്ലാവരും പറഞ്ഞാട്ടെ.
കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്താട്ടെ. ഒരു മിനിറ്റ്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണാനും കേൾക്കുവാനും ദൈവം നമ്മളെ എല്ലാ ദിവസവും സഹായിക്കുന്നു. ഇന്നും കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നും കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനചിന്ത, വചനഭാഗമല്ല, വചനചിന്ത ഓർക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. കേട്ടത് ഇങ്ങനെയാണ്: പിശാചിൻ്റെ അല്ലെങ്കിൽ ദുരാത്മാവുള്ള ആ ദുരാത്മാക്കൾ ചോദിച്ച ചോദ്യം ഇതാണ്: യേശുവേ, എനിക്കും നിനക്കും തമ്മിൽ എന്താണ് ബന്ധം? അപ്പം കർത്താവ് പറഞ്ഞ ആ വാക്ക് നമുക്കറിയാം: ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം അറിയിക്കുവാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ എൻ്റെ വിഷയം പിശാച് കൊണ്ടുവരുന്നതാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അത് പരിഹരിക്കുവാൻ യേശു വന്നിരിക്കുന്നു. ഇന്നും യേശു വന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്യത്തെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വായിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ പോവാം. ഞാനിത് കർത്താവിൻ്റെ വീണ്ടും കർത്താവ് ചില ആലോചനകളിലൂടെ ദൈവം എന്നെ തുടക്കത്തിലേക്ക് കൊണ്ടുപോവാണ്. എനിക്കതിൽ ഈ സോജി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഏതൊരു കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ഞാൻ കാണുന്നത്. സോജി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ആൺ പൈതലിനെയും കൂടെ കർത്താവ് എന്നെ കൂട്ടത്തിൽ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സോജിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ, പ്രത്യേകിച്ച് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററുടെ മോളാണോ ഇന്നൊരാൺ തലമുറയുടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇത് സോജിക്ക് വേണ്ടി, ആ മോന് വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ അതോടൊപ്പം തന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വീടിൻ്റെ അടുക്കള വശത്ത് കുറേ പഴയ ഈ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ ഇങ്ങനെ മോളിൽ കയറ്റി വെച്ചിരിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, അന്നമ്മ എന്ന് വിളിക്കുന്ന ഒരു മാതാവിൻ്റെ ഒരു ഭവനമായിട്ടാണ് ഞാനത് കാണുന്നത്. അങ്ങനെ ഒരു പേര് ആ ഭവനത്തിൽ ഞാൻ മുഴങ്ങി കേൾക്കുന്നു. ഞാനിത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്തൊക്കെയും ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി ആളുകൾ ആ കുടുംബത്തിൻ്റെ അകത്ത് വന്നു പോവുകയും ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് ആരും വരാതാകുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പലപ്പോഴും ആ കുടുംബം പറയാറുണ്ട്, ഇന്ന് നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണെന്നൊക്കെ പലപ്പോഴും പറയുന്നൊരു ഭവനമാണ്. ഇന്ന് ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ തലമുറകളായി ഇന്ന് എവിടെയോ തടസ്സപ്പെട്ടു പോയത്, ഇപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ അത് ബ്രേക്ക് ആവുന്നു. ആ കുടുംബം ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. ആരെല്ലാം കൈവിട്ടാലും കർത്താവ് കൂടെയുണ്ടെന്ന് അരുളി ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചാട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം കുടുംബത്തിൻ്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളിത് ബ്ലസ് ചെയ്യുന്നു. അപ്പം കർത്താവ് ഞാൻ ഇന്ന് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഞാനൊരു വിൻസി എന്നൊരു പേര് കർത്താവിനെ കാണിക്കും. ബിൻസി അല്ല, വിൻസി എന്നൊരു പേര്, അതായത് വി തുടങ്ങുന്ന പേരാണ്, വിയിലാണ് ആ പേര് തുടങ്ങുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മകളെ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അസാധാരണമായൊരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഞാൻ കാണുന്നൊരു കാഴ്ച വലിയൊരു തകർച്ചയുടെ വക്കിലൂടെയാണ് പോകുന്നത്. പക്ഷേ യേശുവിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിലൂടെ ഒരു സാക്ഷ്യമാകുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. വലിയൊരു അത്ഭുതമാക്കി തീർക്കുവാൻ കർത്താവ് പോകുന്നു. ഞങ്ങളത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പറഞ്ഞു.
പറഞ്ഞോ. ആ ഈ പറഞ്ഞ പോലെയായിരുന്നു നമ്മുടെ ഭവനം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതുപോലെ പറയുന്നൊരവസ്ഥയിലാണോ? യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ അപ്പോൾ പറഞ്ഞ വിൻസി എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് പറയാമെന്ന് ആരായിരുന്നത്? ആ വ്യക്തി ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. ആ പറയാമെന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, ആ വ്യക്തിയോട് പറയണം, ഇന്ന് വേഗത്തിൽ ഈ ആലോചന ഏറ്റെടുത്തോണം. വലിയൊരു അനർത്ഥം കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുവാണ്. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ബേബിച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. ഈ ബേബിച്ചൻ എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ ഭവനത്തിൽ തന്നെ ഞാൻ മോളി എന്ന് പറയുന്ന ഒരു ആൻറ്റിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവിടെ 2 ആൺ തലമുറകളെയാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന സകല പിശാചിൻ്റെ പദ്ധതികളും ഇന്ന് ബ്രേക്ക് ആകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കുടുംബം ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ വലിയ മഹത്വം എന്ന സാക്ഷ്യമായിട്ട് കർത്താവ് ആ കുടുംബത്തിന് മേൽ തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ നന്മ തുറക്കട്ടെ, വഴികൾ തുറന്നു വരട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കും. നമ്മൾ ഈ ആനയുടെ വലിയൊരു ചിത്രം, വലിയ ചിത്രം പറഞ്ഞാൽ ആനയുടെ ഒരു ചിത്രം ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഒരു സ്ഥലത്തിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. വലിയൊരു ആനയുടെ പടമാണ്. ആനയുടെ പണം വെച്ചേക്കുന്നതിൻ്റെ അതേ തന്നെ ഞാൻ ആ ഒരു ഭവനത്തിൽ തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഈ കുറേ തുണികൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമല്ല, ഓർഡറിലല്ല, മൊത്തം ഇങ്ങനെ ഓർഡർ തെറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ചിത്രം ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ടൊരു ചുമല കളറിൻ്റെ അകത്തിരിക്കുന്ന കളറിലിരിക്കുന്ന ഒരു തുണി അവിടെ വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് കാണുന്നത്. അതായത് ഇതിൻ്റെ അപ്പുറത്ത് ആ വീണ്ടും തന്നെ ഈ ഡിസോർഡറായി കിടക്കുന്നതിൻ്റെ അകത്ത് ചിത്രം ഇരിക്കുന്നതിൻ്റെ ആ മുറിയുടെ അടുത്ത് തന്നെ വലതുവശത്ത് ഒരു ചുമല കളറിലെ തുണി ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നതായിട്ടൊരു കാഴ്ച കാണുന്നു. ആ ഒരു മുറിയിൽ ഉപയോഗിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കർത്താവ് ഒരു വാക്ക് പറയുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം വലിയൊരു കർത്താവ് ആ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ ഭവനം ഏറ്റെടുത്തോണം. വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ആ തകർന്ന അവസ്ഥയിൽ നിന്നും അവർ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പണിതെടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ ചേഞ്ച് ആകട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ വൻ കാര്യങ്ങളെ ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. വലിയ പ്രവർത്തികളാൽ ഇന്ന് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ആലോചന സൂമിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ മതി. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വലിയ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു സിസ്റ്ററെ. ഏറ്റെടുത്ത സിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയൊരു വഴിത്തിരിവിനെ തുറക്കാൻ വേണ്ടി പോവാന്ന് കേട്ടോ. വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിച്ചോണം. വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അല്പനേരം വചനങ്ങളെ കേൾക്കാം. ഇന്ന് തുടക്കത്തിൽ നമ്മൾ അങ്ങനെ സാധാരണ ഇങ്ങനെ ഒരു ആലോചനയോടെ പോകുന്നതല്ല, പക്ഷേ കർത്താവ് അങ്ങനെ ഒരു ഫ്ലോ എൻ്റെ ഉള്ളിൽ തരാൻ ഇടയായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് സൂമിലും ലൈവിലും ആയിക്കോട്ടെ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വലിയ അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കാം, ഒരുമിച്ച് കർത്താവിൻ്റെ സാക്ഷിയാകാം. മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓൾ മ്യൂട്ട് ചെയ്താൽ പിന്നെ ആർക്കും മ്യൂട്ട് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഈ ഓൾ മ്യൂട്ട് ചെയ്യാത്തത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് 6-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ നമുക്ക് കേൾക്കാം.
അങ്ങനെ ഇവിടെ പറയണം, അങ്ങനെ കർത്താവ് അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃ നഗരത്തിൽ ചെന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവൻ എവിടുന്ന് കിട്ടി ഈ ജ്ഞാനവും ഇവൻ്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികൾ? ഇപ്പോൾ യേശുവിനെ പറ്റി പറയുകയാണ്. യേശുക്രിസ്തു ജനിച്ചു വളർന്ന പട്ടണം. ആ പട്ടണത്തിൽ യേശുക്രിസ്തു വചനവുമായി ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ യേശുവിനെ ക്രിസ്തുവായി കാണുന്നില്ല. പകരം അവർ യോസേഫിൻ്റെ മറിയയുടെ മകനായ, തച്ചൻ്റെ മകൻ, അങ്ങനെ തന്നെ ബൈബിളിൽ പറഞ്ഞുകൊണ്ട് തച്ചൻ്റെ മകനായ ആ കുടുംബ മഹിമയിലാണ് അവർ യേശുവിനെ കാണുന്നത്. അപ്പോൾ അവർ നാട്ടുകാർ പറയുകയാണ്, ഇതെവിടുന്ന് കിട്ടി ഈ ജ്ഞാനവും കർത്താവിൻ്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ന് ചോദിച്ചു. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് മറിയയുടെയും മകനും യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ സഹോദരികൾ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് യേശുവിങ്കൽ ഇടറിപ്പോയി. അപ്പം കർത്താവ് ആ പട്ടണത്തിൽ വന്ന് സുവിശേഷം പറയുവാൻ തുടങ്ങിയ സമയത്ത്, സുവിശേഷം പറയുക മാത്രം എപ്പോഴും പറഞ്ഞു, സുവിശേഷം പറയാനുള്ളതല്ല, സുവിശേഷം അനുഭവിക്കാനുള്ളത്. എൻ്റെ കൂടെ പറഞ്ഞ് സുവിശേഷം പറയാനും കേൾക്കാനും ഉള്ളതല്ല, സുവിശേഷം അനുഭവിക്കാനുള്ളതാന്ന് പറ. ആമേൻ. നിങ്ങൾ യേശുവിൻ്റെ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയാം, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും നടന്നിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നോക്കിയേ, കർത്താവ് അവിടെ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും അത് കേട്ട് വിസ്മയിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ഇതവൻ എവിടുന്ന് കിട്ടി? ഇവൻ കിട്ടിയ ഈ ജ്ഞാനവും യേശുവിൻ്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും കണ്ടോ? അപ്പോൾ വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ വീര്യപ്രവൃത്തികൾ വെളിപ്പെടും. വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, രോഗങ്ങൾ സൗഖ്യമാകും, തകർന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ദൈവത്താൽ നിങ്ങൾ സാക്ഷിയായിത്തീരും. ഉറപ്പാണ്. ആമേൻ. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവൻ മറിയയുടെ, ബൈബിൾ പറയുകയാണ്, അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറയുകയാണ്, പള്ളി കൂടുന്നവർ പറയുകയാണ്, ഇത് നമ്മുടെ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ. അപ്പോൾ യേശുക്രിസ്തുവിന് ശേഷം അവിടെ നമുക്കറിയാം അവർക്ക് എന്ത് ചെയ്തു? തലമുറകളുണ്ടായതിനെ പറ്റി പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളുടെ പേരെടുത്ത് പറയുകയാണ്, മകൻ യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ എന്നവരുടെ സഹോദരനായ തച്ചനല്ലയോ? അപ്പോൾ യേശുവിനെ പറ്റി പറയുന്നത് തച്ചനല്ലയോ? അവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് യേശുവിങ്കൽ ഇടറിപ്പോയി. നോക്കി, യേശുവിങ്കൽ അവർ ഇടറിപ്പോയി. എന്നിട്ട് പറയുകയാണ്, യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃഭവനത്തിലും ചാർച്ചക്കാർ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ യേശുവിന് കഴിഞ്ഞില്ല എന്നുള്ളതല്ല, യേശു ചെയ്തില്ല. കാര്യം തൊട്ടുമുഴുത്ത വാക്യത്തിൽ പറയുന്നു, ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത്. അപ്പോൾ അവിടെ സൗഖ്യം യേശു വരുത്തി. രണ്ടാമത് പറയുകയാണ്, അവിടെ അല്ലാതെ അവരുടെ ഇടയിൽ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യേശുവിന് കഴിയാത്തത് കൊണ്ടല്ല, പകരം യേശു ക്രിസ്തുവിനെ അവരെന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കുക എന്നതിനേക്കാൾ ഉപരി യേശുവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ചെറിയൊരു വ്യത്യാസമുള്ളൂ വിശ്വാസവും അംഗീകാരവും തമ്മിൽ. ഒന്ന്, നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിക്കുന്നതും ആ വ്യക്തിയെ അംഗീകരിക്കുന്നതും തമ്മിൽ ഒരേ അർത്ഥമാണെങ്കിലും രണ്ട് രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് യേശുവിനെ വിശ്വാസമാണ്. അവർ പറയുന്ന വാക്ക് കണ്ടു നോക്കിയേ, അവൻ തച്ചൻ്റെ മകനല്ലയോ, മറിയയുടെ മകനല്ലയോ, നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ, യേശുവിൻ്റെ സഹോദരങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ അവർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല? അവർ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അവർ, കർത്താവ് വചനം പറയുന്നു, അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. യേശുവിനെ ക്രിസ്തുവായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. അപ്പം കർത്താവിലുള്ള അത്ഭുതങ്ങൾക്ക് അവർക്ക് ഉറപ്പാണ്. അവർ പറഞ്ഞുകൊണ്ടല്ലോ, ഇത് എവിടുന്ന് കിട്ടി? അപ്പം അവർക്ക് മനസ്സിലായി യേശുവിൽ എന്തൊക്കെയോ അത്ഭുതം നടക്കുന്നുണ്ട്. യേശു കൈവച്ചാൽ അത്ഭുതം ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം യേശു അത്ഭുതം ചെയ്യുന്നത് അവർ കണ്ടുകൊണ്ട് അവർക്ക് വിശ്വാസമുണ്ട്. അത്ഭുതം നടക്കും, പക്ഷെ യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഇത് തന്നെയാണ് പിശാചിന് സംഭവിക്കുന്നത്. യേശുവിനെ പറ്റി പലപ്പോഴും പറയുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര. അപ്പം ഇതെല്ലാം ഈ പിശാചിനും അറിയാം. യേശു അത്ഭുതം ചെയ്യുന്നുണ്ടെന്നും യേശു ദൈവത്തിൻ്റെ പുത്രനെന്ന് അറിയാം, പക്ഷെ യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ യേശു ക്രിസ്തുവിൽ ദൈവപ്രവർത്തികളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ യേശുവിനെ ക്രിസ്തുവായും കർത്താവുമായി നാം അംഗീകരിക്കുമ്പോൾ
എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ യേശുവിനെ മനുഷ്യനായി കാണുകയല്ല, പകരം ദൈവപുത്രനായിട്ടും ദൈവത്തിൽ നിന്നും വന്ന വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളുകയാണ്. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ കൈക്കൊള്ളുക. ഇപ്പം ഞാനൊരു വ്യക്തിയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സ്വീകരിക്കുക, ആ വ്യക്തിയുടെ വാക്കുകളെ അംഗീകരിക്കുക, ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന അർത്ഥങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ആമേൻ. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. നമുക്കറിയാം പലയിടങ്ങളിൽ യേശു അവരുടെ വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെടാറുണ്ട്, അല്ലേ? പലരുടെയും വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെടാറുണ്ട്. ഇവിടെ ബൈബിൾ പറയുന്നു അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. ആദ്യമായിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിശ്വാസം നിമിത്തം ആശ്ചര്യപ്പെട്ടു. രക്തസ്രാവക്കാരിയായുടെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. നമുക്കറിയാം ശതാധിപന്റെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ പലരുടെയും വിശ്വാസം കണ്ട് കർത്താവ് അവിടെ അതിശയിക്കപ്പെട്ടുവെങ്കിൽ ഇവരുടെ അവിശ്വാസം കണ്ട് കർത്താവ് എന്ത് ചെയ്തു? ആമേൻ, ആശ്ചര്യപ്പെട്ടു. അവർ യേശു അത്ഭുതം ചെയ്യത്തില്ല, യേശുവിൽ നിന്നും അത്ഭുതം ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല അവരുടെ അവിശ്വാസം. പകരം യേശുവിനെ അവരെന്ത് ചെയ്യുന്നില്ല. നിങ്ങൾ തൊട്ടുമുള്ളത്തെ വാക്യം നോക്കിയേ, അവർ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികളെ കണ്ട് അതിശയിക്കുന്നുണ്ട്. നോക്കി, നിങ്ങൾ 2-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, ആ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു. കണ്ടോ, അവർക്ക് അതിശയം ഉണ്ടായി. ഇവരെവിടുന്ന് കിട്ടി? അപ്പൊ അതിന്റെ അർത്ഥം ഇത് ചുമ്മാ ഫേക്കാന്നല്ല, ഇത് വെറുതെ യേശുക്രിസ്തു എന്തോ ഒരു മാജിക് കാണിക്കാന്നല്ല. അവർക്ക് മനസ്സിലായി ഇത് ഇവിടുന്ന് കിട്ടി, ഇത് സംഭവം. എന്നിട്ട് പറയുകയാണ് യേശുവിന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികൾ എന്ത്. കണ്ടോ, അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ വീര്യപ്രവൃത്തി നടക്കുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യേശുവിനെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ രക്ഷകനാണ്, യേശു ഭൂമിയിൽ ജനിച്ചു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. ആമേൻ. ഇവിടെ വചനം പറയും, നിങ്ങൾ നോക്കിയേ, അവിടെ യേശു പറയാണ് അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ക്രിസ്തു ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് പറയാണ്, അവർ ചുറ്റുമുള്ള ഊരുകളിലേക്ക് ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. ആമേൻ. നിങ്ങൾ നോക്കിയേ, കർത്താവ് പറയുകയാണ് അവരുടെ അവിശ്വാസം ഹേതുവായി ആശ്ചര്യപ്പെട്ടു. അപ്പോൾ അവിശ്വാസം എങ്ങനെയാണ് വരുന്നത്? യേശുവിനെ പറ്റിയുള്ള കേൾവിയാണ് നമ്മളിലേക്ക് വിശ്വാസം വരുന്നത്, അല്ലേ? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് ബൈബിൾ പറയുമെങ്കിൽ അവിശ്വാസം വരുന്നത് യേശുവിനെ പറ്റിയുള്ള യഥാർത്ഥ കേൾവി കയറുന്നില്ലെങ്കിൽ, യേശുവിനെ പറ്റിയുള്ള അറിവ് നിങ്ങളുടെ അകത്തോട്ട് കയറുന്നില്ലെങ്കിൽ നിങ്ങൾക്കകത്ത് എന്തുണ്ടാകുമെന്നറിയാവോ? അവിശ്വാസം ഉണ്ടാകും. അവിശ്വാസം ഉണ്ടായാൽ എന്താ കുഴപ്പമെന്നറിയാവോ? എത്ര പ്രാർത്ഥിച്ചാലും പ്രവൃത്തി ഉണ്ടാകത്തില്ല. എത്ര പ്രാർത്ഥിച്ചാലും അവിടെ എന്തുണ്ടാകത്തില്ല? ചലനം ഉണ്ടാകത്തില്ല. അപ്പൊ അവിശ്വാസം കയറാതിരിക്കാൻ എന്ത് ചെയ്യണം? അവിശ്വാസം കയറാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശു ക്രിസ്തുവിലുള്ള അറിവിൽ അങ്ങോട്ട് നിറയണം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞത്, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ മാത്രം ഒരു വിശ്വാസിയാകരുത്, ബൈബിൾ തുറക്കുമ്പോൾ മാത്രം നിങ്ങൾ വലിയ കാര്യങ്ങളെ വിശ്വസിക്കുന്നവരാകരുത്. രാവിലെ വീടിൻ്റെ അകത്ത് എണീക്കുമ്പോഴേക്കും എൻ്റെ ദൈവം എന്നെ നടത്തുമെന്ന് വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയിക്കുന്നവരാകണം. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവമാണ് എന്നെ നടത്തുന്നത്, ഞാൻ നടക്കുമല്ല. കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിലായിക്കോട്ടെ, എൻ്റെ കുടുംബ വിഷയത്തിലായിക്കോട്ടെ, തലമുറകളിലായിക്കോട്ടെ, കർത്താവാണ് എൻ്റെ കർത്തൃത്വം നടത്തുന്നയാൾ. യേശുവാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ചെയ്യുന്നയാൾ. അപ്പം കർത്താവിനെ കൂടുതൽ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇൻവോൾവ് ചെയ്യുക. നമ്മൾ പലപ്പോഴും എപ്പോഴാണ് കർത്താവിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക? ഒന്ന്, പ്രാർത്ഥിക്കുന്ന സമയത്ത്. 2, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ ആശ്രയിക്കുക. അങ്ങനെയല്ല, യേശു ക്രിസ്തുവിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കണം. ഇവിടെ നിങ്ങൾ നോക്കി, അവിടെ പറയുകയാണ് അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു, അവൻ ചുറ്റുമുള്ള ഊരുകളിലേക്ക് ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികൾ ഒന്നും യേശുക്രിസ്തു ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. എങ്ങനെ അംഗീകരിക്കാത്തത്? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. പത്രോസ്ലീഹ പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. അപ്പം നമുക്ക് നൽകിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല.
ഇവർ യേശുവിനെ കാണുന്നത് അവിടെ എങ്ങനെയോ എന്തൊക്കെയോ എവിടുന്നോ ഒരു മാജിക് കാണിക്കുന്നത്, എന്തെയോ എവിടുന്നോ കിട്ടിയോ, എവിടുന്നോ ഒരു സംഭവം കിട്ടി. ഇത് മാത്രമാണ് അവരുടെ മനസ്സിലോട്ട് കയറിയത്. പക്ഷേ നിങ്ങൾ പറയണം, യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ രാജാവാണ്, യേശുവിൻ്റെ രക്ഷകനാണ്, എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ആമേൻ. ഇത് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളിലേക്ക് വീര്യപ്രവർത്തികളെ പ്രവേശിക്കുന്ന ഒരു വിശ്വാസം നിങ്ങളിലേക്ക് ഉണ്ടാകും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മനപ്രയാസവും ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട്, ഉടനെ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങ് എന്നെ നടത്തും. അല്ല, രാവിലെ എണീക്കുമ്പോൾ തന്നെ പറയാം, ഇന്നത്തെ ദിവസം കർത്താവ് എന്നെ നടത്തുകയാണ്, എല്ലാ ദിവസവും ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും യേശുവിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുകയാണ്? വിശ്വാസത്തോടെ ആശ്രയിക്കുകയാണ്. വിശ്വാസമുണ്ട്, ആശ്രയമുണ്ട്. യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ യേശുവാണ് എന്നെ നടത്തുന്നുള്ളതിൻ്റെ ആശ്രയമാണ്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്? കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തകർന്നു പോകത്തില്ല. ഉടനെ നമ്മളിലേക്ക് വിശ്വാസം ആക്റ്റീവാകും. ഇല്ല, എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നതെങ്കിൽ ഞാൻ അത്ഭുത സാക്ഷ്യമായി തീരും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളിലൂടെ വീര്യപ്രവർത്തികൾ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, യേശു അവരുടെ അവിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ അവിശ്വാസം കണ്ടും യേശു ആശ്ചര്യപ്പെടുന്ന ഒരു സ്വഭാവം യേശുവിനുണ്ട്. വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെടുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും നിങ്ങൾ നോക്കിയാൽ, അവിടെ പരിശോധിച്ചാൽ അവിടെ കാണാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ പറഞ്ഞ വാക്ക് കണ്ടോ? ഇത് നമ്മുടെ മറിയയുടെയും യോസേഫിൻ്റെയും യാക്കോബിൻ്റെയൊക്കെ സഹോദരനായ യേശുവല്ലേ ഇത്? കണ്ടോ? വാക്കുകൾ ശ്രദ്ധിച്ചേ. ഒരു വിശ്വാസിയുടെ വാക്ക് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണെങ്കിൽ അവിടെ വീര്യപ്രവൃത്തികൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വീര്യപ്രവൃത്തികൾ ഉണ്ടാകണമെങ്കിൽ അവിടെ നിങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കും. എൻ്റെ വിശ്വാസത്തെ ഞാൻ പറഞ്ഞ വെറുതെ വീടിനകത്തിരിക്കുമ്പോൾ വിളിച്ചു പറയണം, എൻ്റെ ഭവനം അത്ഭുതമായി തീരും, എൻ്റെ തലമുറകൾ യേശുവിൻ്റെ സാക്ഷിയായി തീരും, എൻ്റെ കുടുംബം, എൻ്റെ പട്ടണത്തിൽ അവരെല്ലാവരും പറയും ഇത് ദൈവത്തിൻ്റെ ഭവനമാണെന്ന് നാട്ടുകാർ പറയുന്ന രീതിയിലേക്ക് എൻ്റെ കുടുംബം വരുമെന്ന് വിളിച്ചു പറ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കരുത്. ഇപ്പോൾ രോഗമായിരിക്കാം, പ്രതിസന്ധി ആയിരിക്കാം, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം. പക്ഷേ നിങ്ങളത് പറയുന്നത് നിമിത്തം എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ വാക്കിനെ, വിശ്വാസത്തെയും അംഗീകരിച്ച് അവിടെ വീര്യപ്രവർത്തികളെ കർത്താവ് ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ. അപ്പൊ ഈ ഏതാനും ആൾക്കാർ ആരായിരിക്കും? യേശുവിനെ അംഗീകരിക്കുന്നവര്. ഇത് യോസെഫിൻ്റെയും മറിയയുടെയും യാക്കോബിൻ്റെയും യോസയുടെയും ഷീമോൻ്റെയും സഹോദരനുമായ യേശു അല്ല. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം വരെ മരപ്പണി ചെയ്ത തച്ചൻ്റെ മകനായ യേശു അല്ല ഇത്. സാക്ഷാൽ ബൈബിൾ പറയുന്ന ഇത് മശിഹ തന്നെയാണ്. ആരാണോ അവിടെ വിശ്വസിച്ചത് അവരുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ. നോക്കിയേ, അപ്പൊ കുറ്റം പറയുന്നവരുണ്ട്, യേശുവിനെ വിലയിരുത്താൻ വന്നവരുണ്ട്, യേശു ആരെന്ന് പഠിക്കാൻ വന്നവരുണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് ഒന്നും ചെയ്തില്ല. പക്ഷെ അംഗീകരിച്ച ചിലർക്ക് വേണ്ടി യേശു കൈവച്ച് അവരെ സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം യേശുവിന് പറ്റാഞ്ഞിട്ടല്ല, യേശു ചെയ്യാഞ്ഞിട്ടാ. അപ്പൊ നമുക്കറിയാം, യേശുക്രിസ്തുവിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. കർത്താവിന് വിശ്വാസം പറയുന്നവരെ ഇഷ്ടമാണ്. നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്കറിയാം, ശതാധിപനായ ഒരു മനുഷ്യൻ വന്നിട്ട്, കർത്താവ് നീ എൻ്റെ പെരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. യേശു പറയാണ്, ഇസ്രായേലിൽ കൂടെ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. 2 രക്തസ്രാവക്കാർ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സഹോദരി എന്ത് ചെയ്തു? യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു. യേശു പറഞ്ഞു, എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ നമുക്കൊരു ശുനേനക്കാരത്തിയായ സഹോദരി തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി അവിടെ യേശുവിൻ്റെ പുറകെ വരിക. അവളെ യേശു പരീക്ഷിച്ചു. അവള് കുറേ നേരം അവൾ യേശുവിൻ്റെ പുറകെ നടന്നിട്ടും കർത്താവ് അവളെ മൈൻഡ് ചെയ്തില്ല. ഞാൻ കാണാതെ പോയ ആളുകളെ തേടി വന്നിരിക്കുക. ആമേൻ. അവൾ പറഞ്ഞില്ല കർത്താവേ. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടി കൊടുക്കത്തില്ല. അവൾ വിട്ടുകൊടുത്തില്ല. ആ മകള് പറഞ്ഞു, അപ്പോൾ ഇന്ന് നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകളെ ഭക്ഷിച്ചാണ്. യേശു അവളുടെ വിശ്വാസത്തിൽ ആശ്ചര്യപ്പെട്ടു. ആമേൻ. അപ്പം കർത്താവിന് ആശ്ചര്യം കൊടുക്കുന്നതായിരിക്കണം നിങ്ങളുടെ വിശ്വാസം. യേശുക്രിസ്തുവിനെ ആശ്ചര്യപ്പെടുത്തിയാൽ കർത്താവ് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുമ്പോൾ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും.
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. തിമായുടെ മകനായ ബർത്തിമായി എന്ത് ചെയ്തു? ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണം. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്നാ ചെയ്ത് തരേണ്ടത്? ഉടനെ യേശു എന്ത് ചെയ്തു? ഉടനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഉടനെ യേശു എന്നെ പറഞ്ഞേക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നല്ല പറഞ്ഞേക്കുന്നത്, നീ അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേക്കുന്നത്, നീ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടാനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് വരട്ടെ അങ്ങോട്ട്. കണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ബൈബിൾ നോക്കിയാൽ അങ്ങനെ പറയുന്നവരെ യേശുവിന് ഇഷ്ടമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശുവിനെ പറ്റി പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനെ യേശുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞേ. ആമേൻ. അപ്പോൾ യേശുവിനെ നിങ്ങൾ ഭൂമിയിലുള്ള ഒരു കുടുംബത്തിലുള്ള വ്യക്തിയായി കാണുന്നവരല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. യേശു ഒരു സ്ഥലത്ത് പോലും ഞാൻ ഇന്ന കുടുംബത്തിൽ വന്ന ആളാ, എന്നെ നിങ്ങൾക്ക് അറിയാവോ എന്ന് വെച്ചിട്ട് യേശു ഒരു സ്ഥലത്ത് പോയി എന്ത് ചെയ്തിട്ടില്ല, ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയാവോ, ആ വളവിലിരിക്കുന്ന ആ ഭവനത്തിലെ യോസേഫിൻ്റെയും മറിയുടെയും ഭവനത്തിൻ്റെ അകത്തുള്ള യേശുവാണ് ഞാനെന്ന് യേശു ഒരു സ്ഥലത്ത് പോലും വെളിപ്പെടുത്തിയില്ല. പകരം യേശു പറഞ്ഞ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, ജീവന്റെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന. അപ്പൊ ആരെങ്കിലും യേശു അങ്ങനെ അഡ്രസ്സ് എവിടെയാ? യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ്. അപ്പൊ കർത്താവ് ബത്ലഹേമിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയ 4-ാമത്തെ 5-ാമത്തെ വീട്ടിലെ, നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്, എവിടെയാ നിങ്ങളുടെ വീടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? നിങ്ങൾ പറയും, തിരുവനന്തപുരത്ത് ഇന്ന വഴിയിലിരിക്കുന്ന ഇന്ന പോസ്റ്റ് കോഡിലിരിക്കുന്ന വീടാണ് എൻ്റെ വീട്. അല്ലെങ്കിൽ കോട്ടയത്തോ തിരുവല്ലയിലോ പാലക്കാടോ കണ്ണൂരോ തൃശ്ശൂരോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടുപേര് പറയുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. കണ്ടോ? അപ്പം ഈ വാക്കുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ യേശു ക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്തിൽ അതിശയിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, പകരം നിങ്ങൾ യേശുവിനെ ഭൂമിയിലുള്ളൊരു ഭവനത്തിൽ ജനിച്ച വ്യക്തിയായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരിക്കലും കർത്താവിൻ്റെ പ്രവൃത്തിയെ അംഗീകരിക്കുവാനോ കാണുവാനോ കഴിയത്തില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ അംഗീകരിക്കേണ്ടത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ആ കർത്താവിനെ പറ്റി നിങ്ങൾ വിശ്വസിച്ച് ആ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോൾ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നൊരു കർത്താവുണ്ട്. ആമേൻ. നിങ്ങളുടെ നാവിൽ നിന്ന് ഒഴുകട്ടെ. അസാധ്യങ്ങളുടെ വാക്കുകൾ ഇന്ന് ബ്രേക്ക് ആകട്ടെ, അസാധ്യങ്ങൾ മാറട്ടെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറത്തു വരട്ടെ, ദൈവപ്രവർത്തികൾ നടക്കുമെന്നുള്ള ഉറപ്പിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെട്ടാട്ടെ. എൻ്റെ കൂടെ പറഞ്ഞ എല്ലാ നെഗറ്റീവ് വാക്കുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറ. എൻ്റെ വായിൽ നിന്ന് വന്ന എല്ലാ അവിശ്വാസത്തിൻ്റെ വാക്കുകളെയും, എൻ്റെ നാവിൽ നിന്ന് വന്ന എല്ലാ പരിമിതികളുടെ വാക്കുകളെയും, എല്ലാം ശൂന്യമായ, ഒന്നും രക്ഷപ്പെടുന്നില്ല, കരകയറുന്നില്ല, രക്ഷയുണ്ടാകുന്നില്ല, ജയം ഉണ്ടാകുന്നില്ല, പരാജയമാണെന്നൊക്കെ പറഞ്ഞ വാക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നപ്പാ. ഇന്ന് ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ്റെ വാക്കുകൾ നിങ്ങളുടെ നാവിൻ്റെ മേൽ ഇന്ന് ശക്തമായി ഇന്ന് വെളിപ്പെടട്ടെ. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നവ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പിതാവേ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് വലിയ ദൈവപ്രവൃത്തി. ഇന്ന് ആ രോഗത്താൽ ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗത്തോട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൈയെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് എന്നെ ഒരു ഭവനത്തെ ഇന്ന് കാണിക്കുക. ഒരു പഴയ ഒരു വീട് പൊളിച്ചിട്ട് ആ വീടിൻ്റെ ആ സ്ഥാനത്ത് തന്നെ തൊട്ടു മാറി തന്നെ ഒരു പുതിയ ഭവനം വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ പഴയ ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ ഒരു വീടിൻ്റെ പുറത്തേക്കിറങ്ങിയാൽ വലതുവശത്തായിട്ട് ഇപ്പോഴും ശേഷിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. എൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന ഒരു ഭവനമാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് നടന്നു വരുന്നതും ഭവനത്തിൻ്റെ അകത്തോട്ട് കയറുന്നതും നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ. ആ വ്യക്തിയെ മുഖാന്തിരം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകളെ തുറക്കുവാൻ വേണ്ടി പോകുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയോട് പറയുന്നു, ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭവനം പണി തുടങ്ങിയ സമയം മുതൽ ഈ ഒരു സമയം വരെയും ഒത്തിരി ജീവിതത്തിൻ്റെ അകത്ത് പല രീതിയിൽ ഒത്തിരി സ്ട്രഗിളുകൾ അനുഭവിക്കുന്ന ഒരു ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ, ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കുന്നപ്പ, ഇന്ന് ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ. സിസ്റ്ററുടെ ഭവനം ഇതോടെ ഇന്ന് കർത്താവ് പറയുന്നു, ആ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ഉണ്ടായ സ്ട്രഗിളുകളെ കർത്താവ് മാറ്റുവാണ്. ഞാനീ പറഞ്ഞ പേര്, സന്തോഷം എന്ന് പറയുന്ന പേരിനെ ഒന്ന് കുറിച്ചിട്ട് വേണം കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമായിട്ട് ആ വ്യക്തിയുടെ ഒരു വരവ്, ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വ്യക്തി, പക്ഷേ ആ വ്യക്തിയുടെ ഒരു വരവ് വലിയൊരു വഴിത്തിരിവായിട്ട് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് അവിടെ തുറക്കുന്നല്ലോ, വലിയ കാര്യത്തെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ നന്ദി കർത്താവേ, നന്ദി കർത്താവ്. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, ഞാനൊരു 2019 വെച്ചിരിക്കുന്ന ഒരു മുദ്രപത്രം 2019 എഴുതപ്പെട്ടിരിക്കുന്ന, അതായത് പുതുക്കുകയോ എഴുതപ്പെട്ടിരിക്കുകയോ ചെയ്തിരിക്കുക, അതായത് വീണ്ടും അത് എടുത്തു വെച്ചിരിക്കുന്ന 2019 എന്ന ഡേറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു മുദ്രപത്രം, 2019 എഴുതപ്പെട്ടിരിക്കുന്ന ആ ഡേറ്റിലുള്ള ഒരു മുദ്രപത്രത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായ ചില പ്രശ്നങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ കുടുംബത്തിൽ നിന്ന് പ്രവേശിച്ചൊരു ഭവനമാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് നമ്മുടെ തുറക്കട്ടെ. ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ഭാരപ്പെടുന്ന, അവർ സ്ട്രഗിൾ ചെയ്യുന്ന ആ മേഖല ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ, നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കുമെന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. അതാരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുകയാണ്. പറഞ്ഞോ, സിസ്റ്ററുടെ വീടിൻ്റെയാണത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒത്തിരി എന്തൊക്കെയോ നിങ്ങൾ വലിയ സ്ട്രഗിൾ ചെയ്യുക, മാനസികമായും ശാരീരികമായിട്ടും വല്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. ഇന്ന് അതിൻ്റെ മേൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഈ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഞാൻ സിസ്റ്ററായി പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ ഒന്നുകൂടെ മ്യൂട്ട് ചെയ്ത്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം കർത്താവ് എന്നെ ഒരു ജോണി എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ ഭവനവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ പോയോ? ജോണി എന്ന് പറഞ്ഞ ആൾ ജീവനോടെ ഉണ്ട ആൾ ഇപ്പോൾ ഉണ്ടോ, അതോ മരിച്ചുപോയ ആളല്ലേ? ഈ പിതാവുള്ള സമയത്താണ് നമ്മളത് മേടിക്കുന്നതോ അതിന് ശേഷമാണോ? പിതാവിന് ശേഷമാണ് പറയുന്നല്ലേ. പിതാവുള്ള സമയത്ത് വേറെ ഏതെങ്കിലും വസ്തുവിൻ്റെ കാര്യം പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ള സമയത്ത്? ഓർമ്മയിലുണ്ടോ? ലഭിച്ചിട്ടില്ല. ഈ പിതാവിൻ്റെ പേരാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്, ജോണി എന്ന് പറഞ്ഞേ. ഓക്കെ, എന്നെ കർത്താവ് കാണിച്ച ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തിൻ്റെ കാര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കർത്താവിൻ്റെ നാമത്തെ തടയപ്പെട്ടു പോയി. പക്ഷേ കർത്താവ് ഇന്നത് റിലീസ്. എന്നോട് ഈ കാര്യം വല്ലതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ?
ഇന്ന് ഏറ്റെടുത്തു. ഒരു സ്ഥലം ഇപ്പം ഈ താമസിക്കുന്ന ഭവനം കൂടാതെ മറ്റൊരു സ്ഥലം കയ്യിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഈ പിതാവുമായിട്ട്, ജോണി എന്ന് പറഞ്ഞ പിതാവുമായിട്ട് ബന്ധപ്പെട്ട്, അതാണ് ചോദിച്ചത്, അത് ആൾ ജീവനോടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആളെ കാണുന്നില്ല, പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു സ്ഥലം നിങ്ങളിലേക്ക് വരുന്നത്. ബുദ്ധിക്കപ്പുറമാണ്, പക്ഷെ അത്ഭുതപ്പെടുന്ന രീതിയിൽ കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവെ, അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാ മേഖലയിലും തുറക്കട്ടെ വഴികൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ രണ്ട് വ്യക്തികളെ കർത്താവ് എന്നെ കാണിക്കുകയാണ്, രണ്ട് വ്യക്തികളുടെ പേരുകളെ കർത്താവിനെ കാണിക്കുകയാണ്. ഒന്ന്, ഒരേ ഭവനത്തിൽ തന്നെയുള്ള ശരത്തിനെയും ശ്യാമിനെയും, രണ്ട് പേരുകളെ കർത്താവിനെ കാണിക്കുന്നു. ഒന്ന് ശരത്തെന്നും രണ്ട് ശ്യാമെന്നും കാണിക്കുന്ന രണ്ട് വ്യക്തികളുള്ള ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവെ, ആ തലമുറകളെ കർത്താവ് തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് വലിയ ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് ആ തലമുറകളെ ഇന്ന് അവരുടെ ഭാവിയെ അടയ്ക്കാൻ നോക്കിയ പിശാചിൻ്റെ സകല പദ്ധതികളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. കർത്താവ് പറഞ്ഞു ഈ ശരത്തും എന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ തലമുറകളുടെ ദുഃഖവാർത്ത കേൾക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം. ആ തലമുറകൾ തകർന്ന വാർത്ത കേൾപ്പിക്കുക എന്നുള്ള പിശാചിൻ്റെ പദ്ധതിയെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആ തലമുറകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അവരോട് പറയണം, ഇന്ന് ഇവിടെ ഒരു പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ബ്രദറിലൂടെ സംസാരിച്ചതാണ്. അത് നിങ്ങളത് തട്ടിക്കളയരുത്, പ്രത്യേകിച്ച് തട്ടിക്കളയരുത്. ആ തലമുറകളുടെ വലിയൊരു വിഷയമാണത്. ദുഃഖം വരാതെ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും. മുൻകൂറായിട്ട് കർത്താവ് ഇടപെടുവാണ്. കർത്താവ് നന്ദി പറയുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു ഭവനത്തിൻ്റെ അകത്തൊരു പ്രത്യേകത, ഒരു ടാഗ് പോലെ, നോട്ടീസോ മറ്റോ ഇങ്ങനെ ഒരു ടാഗ് പോലെയാണ്. KYC എന്ന് പറയുന്ന എന്തോ ഒരു പ്രസ്ഥാനവുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരു ടാഗ്. അതായത് ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മൾ കൊണ്ടു നടക്കുന്ന ടാഗോ എന്തോ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് KYC എന്നൊരു ടാഗ് കാണുന്നു. ആ ഒരു പ്രസ്ഥാനമോ മറ്റെന്തോ ഒരു കാര്യമാണത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനത്തിൽ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുള്ള ഭവനം, പ്രത്യേകിച്ച് ആ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് അത് യൂസ് ചെയ്ത ഒരു ഭവനം ഞാൻ കാണുന്ന ഒരു കാഴ്ച. ആ കുടുംബത്തിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുകയും ഞാൻ ആ ഭവനത്തിൻ്റെ മേൽ ഒരു വസ്തു സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നു. ഇങ്ങനൊരു വാക്ക് കർത്താവ് പറയണം, അവകാശങ്ങൾ തടയപ്പെട്ടതിനെ ഈ പകൽ തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ദൈവം തീർക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ എൻ്റെ കർത്താവ് വീണ്ടും ആ തുടക്കത്തിൽ ഇടപെട്ടതുപോലെ തന്നെ കുരിയെന്ന് പറഞ്ഞ ആളെ കർത്താവ് പിന്നെ എൻ്റെ ഉള്ളിൽ കാണിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുരിയെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മകനുണ്ട്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കണക്ട് ചെയ്യുന്നു. പിന്നെ അത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. അത് ഞാൻ പറഞ്ഞല്ലോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ വ്യക്തി ഇപ്പം തന്നെ വീണ്ടും ഒന്നും കൂടെ പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം ആ കുടുംബത്തെ തീർക്കാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ നിങ്ങൾ ആ ഏറ്റെടുത്ത വ്യക്തി എവിടെ ആയിക്കോട്ടെ, ലൈവിൽ കാണുന്ന ആയിക്കോട്ടെ, സൂമിൽ കാണുന്ന വ്യക്തി ആയിക്കോട്ടെ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിവതും ആ ഭവനത്തെ വിളിച്ചാണേലും നിങ്ങൾ ഇടപെടുകയും ചെയ്തോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവം തുടക്കത്തിൽ ഇടപെട്ടതാണ്. വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ചില നിയോഗങ്ങളെ കർത്താവ് തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു എന്നാൽ ആ വ്യക്തിക്ക് അവിടെ പറയണം കേട്ടോ, കർത്താവ് ഈ ദിവസം ആ വ്യക്തിയോട് പറയണം, കർത്താവ് ദൈവം തൊടാൻ വേണ്ടി. പ്രത്യേകിച്ച് അയാളുടെ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു അടയാളമാണ്. അവിടെ പറയണം, ആ മകന് വേണ്ടി ദൈവം തൊടാൻ വേണ്ടി പോകണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ കാണാൻ വേണ്ടി പോകാമെന്ന് പറയണം. അവിടെ എടുത്തു പറയണം കേട്ടോ. വിളിച്ചൊരു മെസ്സേജാണ് രാത്രി തന്നെ അയക്കണം. ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാം. യേശുവെ നന്ദി കർത്താവേ, യേശുവെ നന്ദി കർത്താവേ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ
ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സരസ്വതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ഈ സരസ്വതി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു കാഴ്ച കർത്താവ്, ഈ സരസ്വതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്തൊരു കാഴ്ച ഞാൻ കാണുവാണ്. ഞാൻ ആ വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ പഴയ ആ ഹോള് കഴിഞ്ഞിട്ട്, അത് കയറി വരുന്ന ഹോള് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ഇടതുവശത്തായിട്ടൊരു തയ്യൽ മെഷീൻ, പഴയ ഒരു തയ്യൽ മെഷീൻ കിടക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഞാൻ ആ കാണുന്ന ഒരു കാഴ്ച, അവിടെ തന്നെ ഒരു പെട്ടിക്കകത്ത്, അതായത് ഒരു പെട്ടിക്കകത്ത് കുറേ ഇങ്ങനെ ഫയലെന്ന് പറഞ്ഞാൽ കുറേ പേപ്പറുകൾ, ഇങ്ങനെ ഡോക്യുമെൻറ്റുകൾ പോലത്തെ കുറേ പഴയ സർട്ടിഫിക്കറ്റും മറ്റു പേപ്പറുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. അതിനകത്ത് കുറേ ഫോട്ടോ കോപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറേ പേനകളൊക്കെ എൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഞാനതിനകത്ത് കാണുന്നൊരു കാഴ്ച, അതിൻ്റെ അകത്ത് ഏറ്റവും താഴേന്ന് എടുത്തു വരുമ്പോൾ, പേപ്പറുകളുടെ ഏറ്റവും താഴേന്ന് കയറി വരുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സർട്ടിഫിക്കറ്റിനെ കർത്താവ് തൊട്ട് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. താഴെ ആ വെച്ചിരിക്കുന്ന പെട്ടിക്കകത്തുനിന്ന് അതിൻ്റെ താഴെ ഇരിക്കുന്നതിൽ കയറി വരുമ്പോൾ തന്നെ, താഴേന്ന് എണ്ണി വരുമ്പോൾ തന്നെ കുറച്ച് അങ്ങോട്ടേക്ക് 4ഓ 5ആമത്തെയോ ഇരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനെ കർത്താവ് തൊട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സാക്ഷ്യത്തെ ആ കുടുംബത്തിലൂടെ കർത്താവ് തുറക്കാൻ പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ഏറ്റെടുത്തോണം. എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് രീതിയിലായിക്കോട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയായിക്കോട്ടെ, ഏത് തടസ്സമായിക്കോട്ടെ, അത് കയ്യിലോട്ട് എടുത്ത് വെച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുക. ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യം ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ അത്ഭുത സാക്ഷ്യത്തെ കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ തുറക്കുന്നല്ലോ. അപ്പോൾ വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ തുറക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ തൊടുന്നു. ഈ ജയൻ എന്ന് പറയുന്ന വ്യക്തിക്കൊരു മൂത്ത സഹോദരനും കൂടെ ഉള്ളൊരു ജയനാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ടുപേർക്ക്, ജയനും മൂത്ത സഹോദരനും രണ്ടുപേർക്കും ആൺമക്കളുള്ളവരാണ്. അതായത് ജയനുമുണ്ട്, ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്ത സഹോദരനും രണ്ടുപേർക്കും ആൺതലമുറകൾ രണ്ടുപേരെ ഞാൻ കാണുന്നുണ്ട്. അതായത് രണ്ടുപേർക്കും ഓരോ ആൺതലമുറകളെ വെച്ച് കാണുന്നുണ്ട്. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ 2 പേരെയും കണക്ട് ചെയ്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു 12 വർഷം പഴക്കം ചെന്ന ഒരു പ്രശ്നത്തിൻ്റെ മേൽ ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യം അവിടെ തുറന്നു വരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അംഗീകരിക്കുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന് കഴിയും എന്നൊരു വാക്ക് എൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്. ഞങ്ങളതിൻ്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് എൻ്റെ അത്ഭുതം. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവരെല്ലാവരും ആരും മൈക്ക് മാറ്റണ്ട. ഇന്ന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ ആ രോഗത്തിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു, വേദനകളുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു. ആ കാഴ്ച വർദ്ധിക്കട്ടെ, കേൾവി വർദ്ധിക്കട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ അപ്രതീക്ഷിതമാകട്ടെ. കർത്താവിൻ്റെ വചനം ദൈവരാജ്യം മുടതൽ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശുവിൻ്റെ ദൈവരാജ്യത്തിന് നന്ദി പറയുന്നപ്പോൾ, കർത്താവിൻ്റെ രാജ്യത്തിന് നന്ദി പറയുന്നപ്പോൾ, യേശുവിൻ്റെ രാജ്യത്തിന് നന്ദി പറയുന്നപ്പോൾ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സാക്ഷ്യം തുറക്കട്ടെ, അങ്ങയുടെ അത്ഭുതം തുറക്കട്ടെ, അങ്ങയുടെ അത്ഭുതം തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, എല്ലാ ആന്തരിക അവയവങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ സൗഖ്യം, കർത്താവിൻ്റെ സൗഖ്യം, കർത്താവിൻ്റെ സൗഖ്യം എന്നവിടെ എന്നറിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്നപ്പോൾ, കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, കർത്താവേ, അസാധാരണമായ നന്മകൾ തുറക്കട്ടെ, സൗഖ്യങ്ങൾ തുറക്കട്ടെ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ, അതോടൊപ്പം തന്നെ കർത്താവിനെ കാണിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം 14 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭവനത്തിൻ്റെ അകത്ത് ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെട്ട്
പലപ്പോഴും ആ ഭവനത്തിൻ്റെ അകത്ത് പാമ്പുകളെ കാണുകയാണ്. പക്ഷേ 14 ദിവസം മുമ്പ് ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെട്ട് അതിനെ കൊല്ലാൻ പറ്റിയില്ല, ഭയപ്പെട്ടു പോയത് അവിടെ നിന്ന് മാറിപ്പോയി. പലപ്പോഴും ഈ ഒരു അന്തരീക്ഷം പലപ്പോഴും ഭവനത്തിൽ ഉണ്ടാകുകയും ഇതിങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പലപ്പോഴും ഉണ്ടാകുകയും ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭവനത്തെ കർത്താവിൻ്റെ തൊടുവാണ്. ആ ഭയത്തിൻ്റെ ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നു. എല്ലാ ഭയത്തെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ ആ വ്യക്തി ഏറ്റെടുത്തോണം, സമാധാനത്തോടെ ഇറങ്ങിക്കണം. ഒരു ശത്രുവും ഒരു വീഴ്ചയോ ഒരു തകർച്ചയോ തൊടാതെ വണ്ണം ദൈവം നിങ്ങളെ സൂക്ഷിക്കും, ദൈവം നിങ്ങളെ സാക്ഷിയാക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശിരസിനെ നന്ദി പറയാം. ദൈവം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ദൈവപ്രവർത്തികളെ കർത്താവ് നിറയ്ക്കട്ടെ. ഈ സമയം സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ഒരേ സാക്ഷ്യം ഒരേപോലെ വളരെടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യങ്ങളെ കേൾക്കാം. നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് കൂടാം. എറണാകുളത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തിയാൽ കർത്താവ് നിറയ്ക്കും. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ ആ സമയത്ത് തന്നെ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിതയ്ക്കുന്നവൻ കൊയ്യും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കുന്നുവെന്ന് വചനത്തിൽ പറയുന്നത് പോലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഈ വരാൻ പോകുന്ന പ്രാർത്ഥനകൾ മാത്രം ലോകമെമ്പാടും നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ സാക്ഷ്യമായി തീരട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതമായി തീരട്ടെ. കർത്താവെ നന്മയും കരുണയും യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പറയാം. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞോ. തീർച്ചയായിട്ടും ഇന്ന് അത് വലിയൊരു സാക്ഷ്യമായിട്ട് അതിന് ഇഷ്ടമായിട്ട് പിന്നെയും കൈവച്ച് പ്രാർത്ഥിച്ചോണം. സൗഖ്യമാകുന്നത് വരെ, അത്ഭുതം കാണുന്നത് വരെ തുടർമാനമായിട്ട് ചെയ്യുക. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കാണാൻ പറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞോ. അത് അവർ സൗഖ്യമായിരിക്കുന്നു. അതിൻ്റെ കൂടെ അവരുടെ കണ്ണ് കാണാൻ മേലായിരുന്നു. അതിന് തിമിരത്തിന്റെ ഒരു ശസ്ത്രക്രിയ ചെയ്ത് ഇപ്പൊ കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടി. പിന്നെ പുള്ളിക്കാരത്തി അവരുടെ കുടുംബം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ അവരുടെ താഴെ വേറൊരു വീട്ടില് ഈ സ്ട്രോക്ക് വന്ന് കൈക്കും കാലിനും ബലഹീനതയുള്ള ഒരു മകൻ
ഇച്ചിരി പ്രായമുള്ളതാണ്. പുള്ളി വടി ഉപയോഗിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ഒട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്ന്, യേശുവിനായിട്ട് തിരുമുറിവിനാൽ സൗഖ്യമായി എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഞാൻ സൗഖ്യമല്ല, പിന്നെ എങ്ങനെ ഞാൻ നുണ പറയണേന്ന് ഒക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ആ മകൻ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ വടിയില്ലാതെ വീടിന്റെ ഉള്ളിൽ കൂടെ വടിയില്ലാതെ നടക്കും, തളർച്ചയുണ്ട് എന്നാലും വടിയില്ലാതെ വീടിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി അത് സൗഖ്യമായിട്ട് വരും, ഏതായാലും ദൈവം കിടത്തിയില്ലല്ലോ എന്നൊക്കെ കുറെ ആശ്വാസവാസികളൊക്കെ പറയാനിടയായി. പിന്നെ അതിന്റെ തൊട്ട് വീട്ടില് ബിജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകളുണ്ടായിരുന്നു. അത് വീണിട്ട് അതിന്റെ കാല് കൊണ്ട് 3-4 മാസമായിട്ട് നടക്കണില്ലായിരുന്നു. ഇപ്പൊ ഇന്ന് ചെന്നപ്പോ അവര് നടക്കുന്നതായിട്ടും കാണുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കൊണ്ടുവരണമെന്നുണ്ട്. ആ പുള്ളിക്കാരത്തിക്ക് കണ്ണ് ഇങ്ങനെ തിമിരത്തിന്റെ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് കുറെ നാള് കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് കുറെ നാള് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ബിജി എന്ന് പറഞ്ഞ, അത് ബ്രദർ എന്നോട് ആലോചന പറഞ്ഞ ചെറിയാന്നൊരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെയാണ് അവിടെ പോയതൊക്കെ. അവരുടെ കുടുംബത്തിലും മോളും നന്നായിട്ട് നടന്നു തുടങ്ങി. അവരോട് മീറ്റിങ്ങിന് വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. വരുമെന്നുള്ള ഉറപ്പില്ല. വരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തിന് നോക്കോടാനും കൂടി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പ്രേസ് പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് കർത്താവിൻ്റെ വചനം കേട്ട് ബലപ്പെട്ടു പോയി. എന്ന് കേട്ടതുപോലെ തന്നെ അവരിക്കോസ് വരെയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. മാത്രമല്ല പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നടക്കാൻ കഴിയാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് വചനം പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ വടിയില്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റും. ദൈവത്തിൻ്റെ മക്കൾ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തകർന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളിലൂടെ യേശു പ്രവർത്തിക്കും. തുടർമാനമായി പ്രാർത്ഥിക്കുക, മടുത്തു പോകരുത്. അവർ ചിലപ്പോൾ നിരാശയുടെ വാക്കുകൾ പറയും, സംശയത്തിൻ്റെ വാക്കുകൾ പറയും. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ അത്ഭുതം കാണാതെ പിന്മാറരുത്. പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത്. ഇതൊരു സാക്ഷ്യം തന്നെയാണ് പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ. അനേകരെ നിറയട്ടെ, അനേകരിലേക്ക് സുവിശേഷം പടരട്ടെ. ഗോഡ് ബ്ലസ് യു. ഇനിയും ഓടുക യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആ വേരിക്കോസിന്റെ മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അസ്ഥി വരെയും പഴുത്ത് എൻ്റെ ഒരു കൈ ഉള്ളിലോട്ട് കടക്കുന്നിടത്തോളം വലിപ്പമുള്ള ഒരു ഇത് മുറിവായിരുന്നു. തുളഞ്ഞിട്ട് എൻ്റെ ഒരു കൈ ചുരുട്ടി വെച്ച് അതിനുള്ളിലോട്ട് കയറുമായിരുന്നു. അത്ര ആഴം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 5 മാസമായി. 5 മാസം മുമ്പ് ആ വീട്ടിൽ പോയിരുന്നത്. സെപ്റ്റംബർ മാസം മുതലാണ് ഞാൻ പല പ്രാവശ്യം പോയിരുന്നത്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അത് നികന്ന് വന്നുകൊണ്ടിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത്രയും ഡീപ്പായിട്ടുണ്ടായിരുന്നൊരു മുറിവായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ദൈവമക്കൾ ചെന്ന് തുടർമാനം പറഞ്ഞില്ലേ, ഒറ്റത്തവണ പ്രാർത്ഥിച്ച് നിർത്തരുത്. പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു ഫൈറ്റാണ്. പ്രാർത്ഥന ഒരു യുദ്ധമാണ്. അത് പ്രാർത്ഥിച്ച് ജയത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെ ജയിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ ജയിക്കത്തുള്ളൂ. കാര്യം യേശു കൂടെ ഉള്ളത് കൊണ്ട് ജയം ഉറപ്പാണ്. ഇനിയും പോവുക. കർത്താവ് 9 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് കർത്താവ് സൗഖ്യമാക്കിയത്. അപ്പോ ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചു വന്നപ്പോ മുതലേ നല്ലപോലെ ഉറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഇങ്ങനെ നന്നായി എല്ലാം പ്രോഗ്രസ് ആയിട്ട് വന്നു. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും ശരിയായിട്ട്. അവരോട് വരാൻ കഴിയുമെങ്കിൽ ചോദിക്കുക, സാക്ഷ്യം പറയാൻ വേണ്ടി വരുമെങ്കിൽ ചോദിക്കുക. കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കണ്ണാടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വരൂല്ല. അത് പ്രാർത്ഥിക്കുക. നമുക്ക് തക്ക സമയത്ത് കർത്താവ് എല്ലാം ഒരുക്കട്ടെ. നമുക്കെന്തായാലും കർത്താവിൻ്റെ കൃപയാൽ അത് സാക്ഷ്യമായിട്ട് തന്നെ കർത്താവ് അതും മാറ്റും കേട്ടോ. പിന്നെയും പ്രാർത്ഥിക്കുക, കണ്ണെ കൈവച്ച് പ്രാർത്ഥിക്കുക, ദൈവം സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ട്? ഈ കുര്യന്ന് പറഞ്ഞത് എന്റെ ഭർത്താവ് കുര്യന്ന പേര്. പിന്നെ എനിക്കൊരു മോനും ഉണ്ടല്ലോ. ഞാൻ ജോൺസന്റെ പേര് മാത്രമില്ല. അതപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ജോൺസനുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി, ആ ആലോചന ആ കുടുംബവുമായിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞത് പലപ്പോഴും ആ വ്യക്തികളും അടയാളങ്ങളും ഒരേപോലെ വരുന്ന വ്യക്തികൾ ഏറ്റെടുത്താൽ മതി. അപ്പോൾ ആ വ്യക്തിയെ കാണിക്കുന്നത് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ കുടുംബമാണ് കർത്താവ് തൊട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ അല്ല കേട്ടോ, പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് ദൈവം സ്പർശിക്കാൻ ഇടയായിത്തീരും. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. 2-3 ദിവസം മുമ്പ് പിന്നെ എനിക്കൊരു ക്യാപ്സ്യൂള് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് രാത്രി ഡെയിലി ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. അത് തൊണ്ടക്ക് കുറച്ച് താഴെ
പിന്നെ അതൊക്കെ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും കിട്ടാതെ കേൾക്കുന്നില്ല. അവസ്ഥയില് രണ്ടും എന്നെ സൗഖ്യപ്പെടുത്തുന്ന വെച്ച് ഈ വചനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇയാൾ എനിക്ക് സൗഖ്യം പ്രാപിക്കും, തിരുമുറിയാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു. 3 ദിവസം അതിന്റെ ഒരു പ്രയാസങ്ങൾ എനിക്ക് ഉണ്ടായി. ഇത് ഡോക്ടർക്ക് പോയെങ്കിൽ ഒരു വലിയ പ്രശ്നമാണ് എനിക്കറിയാതെ. ഇത് ശരിക്കും പറഞ്ഞാൽ നെഞ്ഞിനിങ്ങനെ വന്ന് കുടുങ്ങി നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മെഞ്ഞാണ് അതങ്ങ് നീങ്ങിപ്പോയി. ഏത് വിധത്തിലാണെന്ന് എനിക്കറിയില്ല. അതെനിക്കൊരു ഞാൻ സാക്ഷ്യം പറയാൻ തന്നെ, കർത്താവേ ഇത് ഞാൻ പ്രേയറിലെ സാക്ഷ്യം പറയും തന്നെ പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു വലിയൊരു സാക്ഷ്യമായിട്ട് തന്നെ എനിക്കത് തോന്നുന്നത്. കാരണം മറ്റേ സാധാരണ ഗുളികയാണെങ്കിൽ അത് അലിയും, ഇത് ക്യാപ്സ്യൂൾ ആയതുകൊണ്ട് അലിഞ്ഞു പോകുന്നില്ല. 2-3 ദിവസം അത് അങ്ങനെ അവിടെ നെഞ്ഞിന് കെട്ടിക്കിടക്കുന്നത്, എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു ഭയങ്കര തടസ്സം പോലെ എനിക്കത് തോന്നി. അപ്പോൾ കർത്താവ് അതെൻ്റെത് മാറ്റി തന്നതിന് ഒടാനുകൂടി നന്ദി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ വലിയ അനർത്ഥമാകേണ്ട സ്ഥാനത്ത് കർത്താവ് ഇന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കി തീർന്നു. കർത്താവിൽ വിശ്വസിക്കുന്നവൻ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനിയും സാക്ഷികളായ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന തുടങ്ങുന്നത് ബ്രദറെ? മനസ്സിലായില്ല സിസ്റ്ററെ? ഇനി സൂമിനകത്ത് എന്നാ പ്രാർത്ഥന തുടങ്ങണത്? സൂമിലാക്കി പ്രാർത്ഥന ഉണ്ട് സിസ്റ്റർ. സൂമിലെല്ലാം പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എറണാകുളത്തോട്ടൊക്കെ പോകുമല്ലേ നാളെ? അപ്പൊ ഇനി ഈ സൂമിനകത്ത് നാളെ തൊട്ട് പ്രാർത്ഥനയുണ്ടോ? സിസ്റ്റർ, നാളെ നമുക്ക് പ്രാർത്ഥന പൊതുവെ ഇല്ല. നാളെ ഞാൻ ഇവിടുന്ന് യാത്രയിലായിരിക്കും. അപ്പം നമുക്ക് യൂട്യൂബിലാണ് പ്രാർത്ഥന. അത് നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ബാക്കി എല്ലാ സമയങ്ങളിലും പ്രാർത്ഥനകളുടെ ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കും പ്രാർത്ഥന. അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പിൽ വന്നുകൊണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പം അത് കാണിക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഒരു മിനിറ്റ്. വീട് പണിയുന്നൊരു ആലോചന പറഞ്ഞില്ലേ ബ്രദർ? ഇപ്പൊ ഒരു പഴയ വീടുമ്പോ ഒരു വീട് പണിതത്, അപ്പൊ അതിന്റെ പൊളിച്ച ഭാവമൊക്കെ ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഒരു സന്തോഷം കയറി വരുമെന്നല്ലേ? സന്തോഷം എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ്. ആ മെമ്പർ ഞങ്ങളുടെ ഭൂമിയുടെ നിലമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആ മെമ്പർ വിളിച്ചു പറഞ്ഞ് മെമ്പർ കളക്ടറേറ്റിൽ വന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രദറെ. അപ്പൊ ആ ആലോചന ശരിക്കും എന്റെയാണ് സിസ്റ്ററെ. ശരിക്കും അതായത് ഈ പറഞ്ഞ അടയാളം വീടിന്റെ വലതുവശത്തായിട്ട് പഴയ ഒരു പൊളിച്ചിട്ടേക്കുന്ന ഭവനവും പുതിയ വീടും, ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പറഞ്ഞ പോലെ മെമ്പർ അല്ലേ? അതെ അതെ. ഈ പുള്ളിയുടെ കാര്യത്തിലാണ് ഇപ്പൊ പഞ്ചായത്ത് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ. അപ്പൊ പുള്ളി വരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാക്കനാട്. ഈ കാര്യം വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ലില്ല. ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി മാത്രം കേട്ടോ ഈ ആലോചന. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ അടയാളം ശ്രദ്ധിക്കുക. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിയുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുക. പക്ഷേ ആ വ്യക്തി ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നുള്ളത് കർത്താവ് തെളിയിച്ചതാണ്. ആ വ്യക്തി ഇനി എന്നാ തടസ്സം ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്കത് അത്ഭുതമായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് അത് വരും. അത് സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കും. റവന്യൂ മന്ത്രി രാജന് ഈ സിപിഐയുടെ, അപ്പൊ ഈ മെമ്പർ ചെന്ന് അവിടെ കളക്ടറേറ്റിൽ ഇടപെട്ടാലാണ് ഈ ഭൂമി പുരയിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. കർത്താവാണ്. ഇനിയിപ്പോൾ ഓർത്താൽ മതി മെമ്പർ അല്ല, മെമ്പർ സന്തോഷമല്ല, കർത്താവ് ആ വ്യക്തിയെ തൊടാൻ വേണ്ടി പോവാണ്. അപ്പം ഈ വിഷയം ക്ലിയർ ആകുമ്പോൾ പറയേണ്ടത് യേശുവാണ് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയാണ് ആ വ്യക്തിയെ കർത്താവ്, സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഉപയോഗിക്കാം. ഏതാണ് കർത്താവിനെ കാണിച്ചത്? ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേര് ആലോചന കേട്ടത് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് അത് ഉറപ്പിക്കുകയാണ്. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു, വലിയ അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ. പറഞ്ഞു. എന്റെ മോന് ബോംബെക്ക് പോകാനായിട്ട് ഒരു ടിക്കറ്റ് എടുക്കാം. ഹലോ പറഞ്ഞു സിസ്റ്റർ. കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. ബ്രദറെ, എന്റെ മോന് ബോംബെക്ക് പോകാനായിട്ട് ഒരു ടിക്കറ്റ് എടുത്തു. പക്ഷെ അത് കൺഫേം ആയില്ലായിരുന്നു. പിറ്റേന്ന് അന്ന് രാത്രി മൊത്തം വിഷമമായിരുന്നു. ഞാൻ രാത്രി ഇരുന്നു പ്രാർത്ഥിച്ചു. ഒന്നുമില്ലായ്മയെ സകലത്തെ ഉളവാക്കുന്ന എന്റെ ദൈവം അത് ശരിയാക്കി തരും എന്ന് മോനോട് ആശ്വാസവാക്ക് പറഞ്ഞിട്ട് രാത്രി മൊത്തം ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ അവന് കൺഫേം ആയില്ല. അവൻ വീണ്ടും ടിക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ചെന്ന് നിൽക്കവേ ലിസ്റ്റ് കണ്ടപ്പം അവന്റെ പേര് ആ ലിസ്റ്റിൽ വന്നു. ദൈവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു.
ആമേൻ. അവൻ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ മാനിക്കുന്നൊരു കർത്താവുണ്ട്. ഇന്ന് അതിൻ്റെ മേൽ സാക്ഷി വെക്കുന്നൊരു കർത്താവുണ്ട്. വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്തു. ഇനിയും പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൻ്റെ വാക്കുകളെ വിളിച്ചു പറയുക, ദൈവം ഒരുക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദർ. ആമേൻ. പറഞ്ഞോ ഹലോ. ആ നമ്മുടെ റിലേഷൻ പറഞ്ഞോ നമ്മുടെ റിലേഷൻ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ നമ്മുടെ റിലേഷൻ ഒരു പയ്യൻ ഒരുപാട് ഈ ടെൻഷൻ ആയിരുന്നു. ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ഡിപ്പോസിറ്റ് ഒക്കെ ഇട്ടിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. കടഭാരം കൊണ്ട് ആ പയ്യൻ തൂങ്ങി മരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തു. പിന്നെ അതിൽ പ്രാർത്ഥിക്കുന്ന എപ്പോഴും അത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇന്ന് ഞാൻ പറഞ്ഞു ടെൻഷൻ ആവേണ്ട, എല്ലാം ദൈവം പ്രവർത്തിക്കും പറഞ്ഞു. അതിന് ശേഷം ഇപ്പൊ ഒരു സന്തോഷം. അവർക്ക് ഒരുപാട് ടെൻഷൻ ആയിരിക്കും. അത് കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇത്ര വരെ ഒന്നും കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഭാര്യ പ്രഗ്നൻസി ആയിട്ടുണ്ട്. അപ്പൊ ദൈവം വലിയൊരു അനുഗ്രഹമാണ് അവരുടെ ജീവിതത്തിലേക്ക് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കുന്നില്ല, ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ്, ദൈവം അറിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്നത്. ഇത് മൂലം നിങ്ങൾ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക എന്ന് കേട്ടോണ്ടേയിരിക്കണം. റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടേയിരിക്കണം. അപ്പൊ തന്നെ നമുക്ക് ആ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പതിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് കൊടുത്ത്. ബ്രദർ, ദൈവത്തിന് നന്ദി പറയുന്നു. ബ്രദറിനും ദൈവത്തിനും കൂടാനുകൂടി നന്ദി പറയുന്നു. നന്ദി കർത്താവേ. ഹലോ, പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടു. നന്ദി കർത്താവെ. തീർച്ചയായിട്ടും ഞാൻ ചുമ വന്നുകൊണ്ടാണ് പെട്ടെന്ന് മ്യൂട്ട് ചെയ്ത സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ഗിരിജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ആ തകർന്ന ഭവനത്തിൽ അവർക്ക് വേണ്ടി അയച്ചു കൊടുത്തു. ആത്മഹത്യയുടെ വക്കീൽ എന്ന ഭവനമാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം അയച്ചു കൊടുത്തു. അവർ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെട്ടു. 6 വർഷമായിട്ട് തലമുറ ഇല്ലാതിരുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ കർത്താവ് ഉദരത്തെ തുറന്നു. ഇന്ന് സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കി. വലിയ പ്രവർത്തിക്കാട്ട് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും അവരോട് സുവിശേഷം പറയുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പിട്ട് എനിക്ക് നല്ല ബാക്ക് പെയിനും ഈ നമ്മുടെ സൈഡിലൊക്കെ നല്ല വേദനയായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു വാഴക്കൊല എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ എനിക്കെന്തോ വലിയൊരു പ്രയാസം നേരിട്ട് ഞാൻ കുറഞ്ഞ് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. അന്നേരം ദൈവം എനിക്ക് കുറെ സൗഖ്യം തന്നപ്പോൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം അതിന്റെ ഡബിളായിട്ട് എനിക്ക് കൂടി ബ്രദറെ. കൂടി വന്ന് ഞാൻ വളരെ ഭാരപ്പെട്ടു. പക്ഷെ ഞാൻ വചനം മുറുകെ പിടിച്ചു വിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നു. എന്റെ കർത്താവ് മൊത്ത വേദന അങ്ങ് മാറ്റി. പിന്നെ ഇന്നലെ തൊട്ട് എന്റെ ശരീരം ഫ്രീ ആയി ബ്രദറെ. ആമേൻ. ഇത് വലിയൊരു പറഞ്ഞു ബ്രദർ. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളുടെ അപകരിച്ചു വെച്ച കുറെ വസ്തുക്കള് ഞങ്ങളുടെ ജ്യേഷ്ഠൻ അപകരിച്ചു വെച്ചായിരുന്നു. 6.5 സെന്റ് പുരയിടം. എന്നിട്ട് 2.5 സെന്റ് വഴി ഞങ്ങളുടേത് മാത്രം എടുത്തവർ നടന്നു. അന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ പോയെന്നും പറഞ്ഞ് ഞങ്ങളെ വളരെ പ്രയാസപ്പെടുത്തി കേസൊക്കെ കൊടുത്തവരെടുത്ത്. ഇപ്പൊ അളവുകാർ വന്നപ്പം ഞങ്ങളുടെ 6.25 സെന്റ് കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ പ്രമാണത്തിലുണ്ടെന്നും അത് തിരിച്ചു കൊടുക്കണമെന്നും അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒന്നിനും പോയില്ല. ഇപ്പൊ അവിടുന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്, അവരെ വസ്തു തിരിച്ചു കൊടുക്കണം, കരമടയ്ക്കാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞു. അന്നേരം തിങ്കളാഴ്ച അളന്നിട്ട് തരാമെന്ന് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ജ്യേഷ്ഠൻ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ, ഒരു വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് എന്നോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവ് എന്നോട് ഒരു വാക്ക് പറയുകയാണ്. ജോഷി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വ്യക്തിയെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ജോഷി എന്ന് പറയുന്ന വ്യക്തിയെ അത് വലിയൊരു വഴിത്തിരിവിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുടെ പേരൊന്ന് നോട്ട് ചെയ്തോണം. ജോഷി എന്നാണ് പേര്, യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ ഇല്ലെങ്കിൽ അത് നോട്ട് ചെയ്തോണം. ഇപ്പോൾ ഇല്ലെങ്കിൽ അത് നോട്ട് ചെയ്തോണം. ആ പേര് നോട്ട് ചെയ്തോണം. ആ വ്യക്തിയുടെ പേര് എഴുതി വെച്ചോണം. വലിയൊരു വഴിത്തിരിവിനെ ഉണ്ടാക്കുവാൻ കർത്താവ് ജോഷിനെ ഭവനത്തിലേക്ക് കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. എഴുതി വെച്ചോണം. ആ പേര് മറക്കരുത്. ആലോചനയിൽ ദൈവം വിശ്വസ്തനാണ്. വലിയ സാക്ഷ്യമായിട്ട് മറ്റു പ്രേസിസ്റ്റർ പറഞ്ഞൊരു വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്. ആ വേദന കൂടിയപ്പോൾ ഭയപ്പെട്ടില്ല. പകരം പറഞ്ഞു, യേശു എൻ്റെ മുഴുവൻ വേദനയും വഹിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ ഇന്ന് അത്ഭുതമാക്കി തീർക്കും. ഇന്ന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്ത് ആ ബാക്ക് പെയിൻ മാറി. മുഴു രോഗത്തെയും യേശു മാറ്റിയിരിക്കുന്നു. ആ പേര് കുറിച്ച് വെച്ചോണം. ജോഷി എന്നുള്ളത് വലിയൊരു വഴിത്തിരിവായിട്ട് കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ?
പ്രൈസ് ബ്രദറെ, ഞാൻ ഈ പറഞ്ഞു. പ്രാർത്ഥനയുടെ ലിങ്ക് ആർക്ക് അയച്ചു കൊടുത്താലും അവര് വളരെ ഉത്സാഹത്തോടു കൂടി ഈ പ്രാർത്ഥനയിൽ കയറും. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളോട് കർത്താവിനെ അറിയാത്ത വ്യക്തികളോട് സുവിശേഷം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ആവേശത്തോടുകൂടി സ്വീകരിക്കുക. അവർക്ക് കൂടുതൽ കൂടുതൽ യേശുവിനെ അറിയാനുള്ള ഒരു കൊതി അങ്ങനെ ആ മക്കളിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കുമ്പോൾ അവരത് സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഇപ്പൊ കണ്ടുവരിക. അപ്പൊ അവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയാ. ഇതൊരു സാക്ഷ്യമായിട്ട് ഇവിടെ പറയുകയും ചെയ്യാണ്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും വർദ്ധിപ്പിക്കട്ടെ. അനേകരെ കർത്താവ് കൂട്ടിയെടുത്തിട്ട് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. നാളെ നമ്മുടെ പ്രാർത്ഥന ഇവിടെ സൺഡേ പ്രയർ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇവിടുന്ന് രാത്രിയിൽ യാത്ര തിരിക്കും. ഇവിടുത്തെ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. വഴിയാത്രയിലൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്, ദൂതന്മാർ കാവലുണ്ട്. ഏറ്റവും നല്ല യാത്രയുടെ വരുമ്പോഴേക്കും നിങ്ങളോട് സംസാരിക്കുവാൻ, കർത്താവിൻ്റെ ആലോചനകളെ ഇടപെടുവാൻ, വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വചനം ലഭിക്കേണ്ടതിന്, എൻ്റെ നാവിന്മേൽ കർത്താവിൻ്റെ വചനം വരേണ്ടതിന്, ദൈവത്തിൻ്റെ ആലോചന, പ്രവചന ആലോചനകൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ തമ്മിൽ മുൻപരിചയങ്ങളൊന്നുമില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് എന്താണോ എന്നോട് പറയുന്നത് ഞാനത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ലൈവിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം അങ്ങനത്തെ ആ ഒരു ശുശ്രൂഷയാണ് കർത്താവ് എൻ്റെ മേൽ കൈമാറിക്കുന്നത്. അപ്പം ചിലപ്പോൾ വ്യക്തിപരമായി നിങ്ങളടുത്ത് വന്നെന്നിരിക്കും, വ്യക്തിപരമായി നിങ്ങളോട് ആലോചന പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ അത് മുഴുവൻ ആളുകളോടും ഇടപെടുന്നതായിരിക്കും, ഒന്നിലധികം വ്യക്തിയോട്. അങ്ങനെ ആയിരിക്കും കർത്താവ് എങ്ങനെയാണോ ദൈവാത്മ ഇടപെടുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മുടെ സൂമിൽ പോകുന്നത് പോലെ ആയിരിക്കാം ചിലപ്പോൾ, എനിക്കറിയത്തില്ല. ഏത് രീതിയിലാണെങ്കിലും വളരെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളോടുള്ള ആലോചന ആണെങ്കിൽ അത് ചാടിപ്പിടിക്കുക, കൈ ഉയർത്തുകയോ നിങ്ങൾക്ക് അവിടെ പ്രതികരിക്കുകയോ ചെയ്യാം. കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഫ്ലോ ആണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്ലോ ആണ്. അതിൽ ചാടി പിടിക്കുക, അതിനുവേണ്ടി റെഡി ആയിട്ട് വരിക. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞത് ഒറ്റ ആലോചന നിങ്ങളുടെ ജീവിതത്തെ ടേൺ ചെയ്ത്, നമ്മൾ ഒത്തിരി സാക്ഷ്യം കേൾക്കുന്നതാണ് നമ്മുടെ ആലോചനകൾ. ഞാൻ മറ്റ് കൃപാവരങ്ങളിലും പ്രവചനവരത്തിന് എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവചനവരത്തിന് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണോ നടക്കാൻ പോകുന്ന കാര്യങ്ങളെയും, രണ്ട് നിങ്ങൾ എവിടെയാണോ ബ്ലോക്കായി നിൽക്കുന്ന കാര്യങ്ങളെയും തടസ്സങ്ങളെ നീക്കുവാൻ കഴിയുന്നതാണ് കർത്താവിൻ്റെ ആലോചനകൾ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു, വളരെ പ്രാർത്ഥിച്ച് തന്നെ വരിക. പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, യാത്രയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ സൂമില്ല. സാധാരണ നമുക്ക് സൺഡേ സൂം പ്രയർ ഇല്ലാത്തതാണ്, എങ്കിലും പ്രാർത്ഥിക്കുക. അത് ഞാനും അപ്പോൾ സിസ്റ്റർ ചോദിച്ച പോലെ തന്നെ ഒരു ദിവസം പോലും ഈ പ്രാർത്ഥന മുടങ്ങാതെ സൂമിലോ ലൈവിലോ പ്രത്യേകിച്ച് ഒരുമിച്ച് കൂടാനുള്ള അവസരമാണ്. മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകാനും കർത്താവ് സഹായിക്കണം, പ്രാർത്ഥിക്കണം. ഞാനും ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം മുന്നോട്ട് ഈ ദിവസങ്ങളിൽ യാത്രകൾ കാണും, അവിടെ വരുമ്പോഴുള്ള കാര്യങ്ങളും ടൈമിങ്ങുകളും ഒക്കെ വ്യത്യാസം വരുമെങ്കിലും എല്ലാത്തിലും പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾക്ക് മുടങ്ങാതെ കൂടാൻ കൃപ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് അവസരങ്ങളെ തുറക്കും. കർത്താവ് അനുഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളിൽ നോട്ടീസ് കൊടുക്കാനായിക്കോട്ടെ, വർഗീസ് പവർ, അജസ്റ്റർ, സഹോദരങ്ങൾ എല്ലാവരും, ഗീതാ സിസ്റ്ററും ഒക്കെ എല്ലാം ഒത്തിരി ആൾക്കാർ, എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞ സമയമെടുക്കുമെങ്കിലും അവരെല്ലാവരും സഹകരിച്ചു. അവരെല്ലാം ഓർത്ത് നന്ദി പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവരാരും ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, അവരുടെ ഹൃദയത്തിൽ അങ്ങനെ തോന്നി ചെയ്തതാണ്. തീർച്ചയായിട്ടും അവർ പോയ പട്ടണങ്ങൾ, ഭവനങ്ങൾ എവിടെയാണോ ചെയ്തത് അതിൻ്റെ ഒക്കെയും പ്രതിഫലം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകളുടെ മേലും ഉണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയോടെ തന്നെ വരിക. വൻ കാര്യങ്ങളെ കർത്താവ് നിറയ്ക്കും. നേരത്തെ തന്നെ അവിടെ പ്രാർത്ഥനകളിൽ വന്ന് സീറ്റ് പിടിച്ചോണം. ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവ് ഞാൻ ആദ്യ പന്തിയിൽ തന്നെ ഇരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വരണം. കർത്താവ് നിറയ്ക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. നമ്മുടെ പ്രയർ ലൈൻ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക. എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇടുക. ഇതിന് ഇപ്പം നിങ്ങൾക്ക് നമ്പർ കാണാം. നിങ്ങൾ എല്ലാ നമ്പറുകളും ഇപ്പോൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാലാരിവട്ടം പാലത്തിൻ്റെ താഴെയാണ് അതിൻ്റെ സ്ഥലം. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, അത് നിങ്ങൾക്ക് ഉണ്ടായി വരും. ദൈവത്താൽ സാക്ഷ്യമായി തീരും. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് എപ്പോഴും ലഭിക്കുന്ന അവസരങ്ങളല്ല ഇത്. അതുകൊണ്ട് അത് മിസ്സാക്കാതെ കർത്താവ് ആഗ്രഹിക്കുന്നവർ, മനസ്സിൽ തോന്നുന്നവർ, ആഗ്രഹിക്കുന്നവർ, മനസ്സിൽ നിർബന്ധമുള്ളവർ ധൈര്യമായിട്ട് പോരുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഏറ്റുപറയാം.